കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോമിൽ ഒരു 17-കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വാർത്ത സങ്കടമാണ്. അപ്പൊ കണ്ണൂർ സ്വദേശിയായ കുട്ടി ഒറ്റയ്ക്കായിരുന്നു മുറിയിൽ താമസിച്ചിരുന്നത്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരം. രാഹുൽ, എത്ര സന്തോഷ ദിവസമാണെങ്കിലും ഒരു സങ്കട വാർത്ത ഇല്ലാത്ത ദിവസം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പോട്ടെ, വിട്ടേക്കും. അപ്പൊ ഇത് ഈ സംഭവത്തെ പറ്റി എന്താണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോമുകാർ പറയുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? സംഭവിച്ചത് എന്താണ് രാഹുൽ? ഹാഷ്മി, ഈ വിഷുപ്പുലരി ഒരു ദുഃഖവാർത്തയാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുവനൽ ജസ്റ്റിസ് ഹോമിന്റെ കെയർ ഹോമിൽ കഴിഞ്ഞിരുന്ന 17 വയസ്സുകാരനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ കുട്ടിയെ ഈ റൂമിനുള്ളിൽ തന്നെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത്. ഈ മാസം 5-ാം തീയതിയാണ് കണ്ണൂരിൽ ചെയ്ത ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ കോഴിക്കോട് വെള്ളിമാട് കുന്നുള്ള കെയർ ഹോമിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുട്ടി ഒറ്റയ്ക്കായിരുന്നു ഈ റൂമിൽ കഴിഞ്ഞിരുന്നത്. അതിനിടെയാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ഈ കുട്ടിയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. പക്ഷേ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നിലവിൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം എന്തിനാണ് ഈ കുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹാഷ്മി.